ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് റെഡ് ഐ ടൂളാണ്. റെഡ് ഐ ടൂൾ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ക്യാമറ ഫോട്ടോ എടുക്കാൻ നേരം ഫ്ലാഷ് അടിക്കുന്ന ക്യാമറകളുണ്ട്. ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നൈറ്റോ വല്ല ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലാഷ് റെറ്റിനയിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു റെഡ് ഇമേജ് കൃഷ്ണമണിയിൽ രൂപപ്പെടും. അത് കളയാൻ വേണ്ടിയാണ് റെഡ് ഐ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കളയുമെന്ന് നമുക്ക് നോക്കാം. റെഡ് ഐ ടൂൾ എടുത്ത ശേഷം പ്യൂപ്പിൾ സൈസ് ഉണ്ട്, അതായത് കൃഷ്ണമണിയുടെ വലിപ്പം. നമുക്കിപ്പോൾ ഇതിനകത്ത് കുറച്ച് ക്ലോസപ്പ് ഫോട്ടോ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടി കൊടുക്കണം. അതായത് കൃഷ്ണമണിയുടെ വലിപ്പം കൂടുതലായതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, അതൊരു 50%-നേക്കാളും കൂടുതൽ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഡാർക്കൻ എമൗണ്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡാർക്കനായിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ കൂട്ടിയിട്ട് കൊടുക്കുക. അതല്ല ലൈറ്റായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് തന്നെ കിടന്നോട്ടെ, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, അത് മാറുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ കൂടിയായിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു അല്ലേ. ഈ പീപ്പിൾ സൈസ് കൂടിയായിരുന്നു നല്ലതായിരുന്നു എന്ന് വെച്ച് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താലും മതിയാകും. അതെന്ത് ചെയ്യും, മാറി കിട്ടും. ഓക്കെ അല്ലേ, ഇത്രയേ ഉള്ളൂ.